രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായത് എന്ത്? കാര്യം സിമ്പിൾ. അയൽ രാജ്യങ്ങളിൽ സ്വർണം കൊള്ളയടിക്കാൻ ഹിറ്റ്ലർ നടപ്പാക്കിയ ആക്രമണം ലോക മഹായുദ്ധമായി മാറുകയായിരുന്നു. പോളണ്ട്, നെതർലൻഡ്സ്, ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ പ്രധാന ബാങ്കുകൾ കൊള്ളയടിച്ച് സ്വർണവും വിലപിടിപ്പുള്ള സാമഗ്രികളും തീവണ്ടികളിൽ ജർമ്മനിയിലേക്ക് കടത്തി. ഈ രാജ്യങ്ങളിലെ ജൂതന്മാരും കത്തോലിക്കരും കൊള്ളയ്ക്ക് ഇരയാക്കപ്പെട്ടു. ജൂതരുടെ സ്വർണം സൂക്ഷിക്കാൻ മാത്രം ജെ അക്കൗണ്ട് എന്ന പേരിൽ നിക്ഷേപം തുറന്നു. നാസി ജർമ്മനിയുടെ കൊള്ള മുതൽ സൂക്ഷിക്കാൻ സ്വിറ്റ്സർലൻഡ് തയ്യാറായി. സ്വിസ് ബാങ്കുകൾ അന്നു മുതൽക്കാണ് ലോകത്തെ അവിഹിത ധനത്തിൻ്റെ നിലവറയായി മാറിയത്. നിക്ഷേപകന് പേരിനു പകരം രഹസ്യ നമ്പർ നൽകിയതും സൗകര്യമായി. സ്വീഡനും പോർച്ചുഗലും ജർമ്മനിയെ കൊള്ളമുതൽ വിൽക്കാൻ സഹായിച്ചതിൻ്റെ പേരിൽ പഴികേട്ട രാജ്യങ്ങളാണ്. ജൂതരിൽ നിന്നും കത്തോലിക്കരിൽ നിന്നും സ്വർണം മാത്രമല്ല തട്ടിയത്, ഇൻഷുറൻസ് പോളിസികൾ വരെ കാശാക്കി. കത്തോലിക്ക ദേവാലയങ്ങളിലെ വിലപിടിപ്പുള്ള കുരിശും പൂജാപാത്രങ്ങളും പെയിൻറ്റിങ്ങുകളും കടത്തി. ഹിറ്റ്ലറെ ഭയന്ന് സോവിയറ്റ് യൂണിയൻ വിലപിടിപ്പുള്ള വസ്തുക്കൾ രാജ്യത്തിൻ്റെ മറുഭാഗത്തേക്ക് കടത്തി. അക്കൂട്ടത്തിൽ ലെനിൻ്റെ എംബാം ചെയ്ത് സൂക്ഷിച്ച മൃതശരീരവും ഉണ്ടായിരുന്നു. നെതർലൻഡ്സ് അഥവാ ഹോളണ്ടിൽ നിന്ന് 137 ടൺ, ഓസ്ട്രിയയിൽ നിന്നും 100 ടൺ എന്നിങ്ങനെ സ്വർണം മാത്രം കടത്തി. ചെക്കോസ്ലോവാക്യയിൽ നിന്നും 23 ടൺ സ്വർണമാണ് കടത്തിയത്. ഓസ്ട്രിയയിൽ ജൂതരുടെ ആഭരണങ്ങൾ മാത്രം 14 ടൺ സ്വർണം വരും. മോഷ്ടിച്ച സ്വർണം ഉരുക്കി കട്ടികളാക്കി പഴയൊരു തീയതി വ്യാജമായി ചേർത്ത് മുദ്രപതിച്ചു. ഈ സ്വർണ്ണക്കട്ടികൾ സ്വിസ് ബാങ്കിലും സൂക്ഷിച്ചിരുന്നു. ഹിറ്റ്ലർ സ്വയം വകവരുത്തി ജർമ്മനി തകർന്നടിച്ചപ്പോഴും 300 ടൺ സ്വർണം അവിടെ ശേഷിച്ചിരുന്നു എന്ന് കണക്കുകൾ പറയുന്നു. അവ ഇരയാക്കപ്പെട്ട രാജ്യങ്ങൾക്കുള്ള നഷ്ടപരിഹാരമായും നാസി പീഡന കേന്ദ്രങ്ങളിൽ ജീവനോടെ ശേഷിച്ചിരുന്നവരുടെ ചികിത്സയ്ക്കായും പിന്നീട് വിനിയോഗിച്ചു.